ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോവാം, 1 മണിക്കൂർ കൊണ്ട് എനിക്ക് കേക്ക് വേണം. ഏതിന് അവന് ലിഫ്റ്റിൽ നിൽക്കിയതോടെ ഇത് കേട്ട് അവള് ഷോക്കായി. എന്തുവാ ഇപ്പൊ തന്നെ വേണമെന്ന്? ഏതിന് അവള് ചോദിക്കുമ്പോഴാണ് അവനും നിനക്കാണ് മെമ്മറി പവർ ഉള്ള, ഇപ്പോഴല്ലേ നീ പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തരാന്ന്. ഏതിന് അവനും അവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ടാനിയും വിയോർത്ത് വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നോണും വരുന്നത്. ടാനിയ നിന്റെ ഡേറ്റ് എങ്ങനെ പോയി? ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഡേറ്റ് ഒക്കെ പോയി. നിന്റെ കസിൻ എന്തിനാ അവന്റെ സെക്രട്ടറിയും വിളിച്ചോണ്ട് അവിടേക്ക് വരുന്നത്? ഞാൻ അറിഞ്ഞത് അവളെന്തോ അല്ലേ തെറ്റ് ചെയ്ത് അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കിന്നല്ലേ, ഇപ്പൊ എന്തോ അവൾ വീണ്ടും അവന്റെ കൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ്, അവളൊരു നല്ല കൊച്ച, എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, നീ അവളെ തെറ്റിദ്ധരിച്ചാന്നാ തോന്നുന്നത്. ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും എനിക്ക് അവളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല, എനിക്ക് അവളെ കണ്ടിട്ട് എല്ലാ എംപ്ലോയീസിനെ പോലെ തോന്നിയ ഒരുപക്ഷെ അങ്ങനത്തെ ആൾക്കാരെയാണ് വീക്ക് ഇഷ്ടപ്പെടുന്നത്. അവൾക്ക് വേണ്ടി അവൻ എന്നെ തന്നെ നാണം കെടുത്തിട്ട് അവിടെ നിന്ന് പോയി. ഇത്രയും വർഷം അവൻ കാത്തിരുന്നത് ഈ മണ്ടിയെ ചൂസ് ചെയ്യാനാണോ? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ടാനിയ നീ ആ മണ്ടിയെ കണ്ട് പേടിക്കുവാന്നൊന്നും പറയല്ലേ. ഏതിന് അവനും ചോദിച്ചോടെ അവളും ദേഷ്യത്തി നോൺ നീ ഒന്നും മിണ്ടായിരിക്കാ, ഞാൻ തന്നെ ഇപ്പൊ ദേഷ്യത്തില്ല, നീ പറഞ്ഞ നീ കൊണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ ക്ലിയർ ആക്കി തരാം. ഞാൻ ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുവല്ല, മൊത്തത്തിൽ സർപ്രൈസ് ആയി. നമ്മളൊക്കെ ഇല്ലാത്ത സമയത്ത് നീ അവർ രണ്ടുപേരും കാണണം, അവർ തമ്മിൽ എന്തോ കെമിസ്ട്രി ഉണ്ട്. ബി ഇത്രയും ഈസി ആയിട്ട് വേറെ ആരോട് സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിനക്ക് മനസ്സിലാവുന്ന ഞാൻ എന്തോ പറയാൻ വരുന്നതെന്ന്. അവർ തമ്മിൽ എന്തോ ഒരു ബോണ്ട് ഉണ്ട്. ഏതിന് അവർ രണ്ടും സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം മീറിന് അവന് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. എടാ നീ ശബ്ദം ഉണ്ടാക്കാതിരിക്കണേ, എന്റെ അമ്മയും അമ്മയും റെസ്റ്റ് എടുക്കുമായിരിക്കും. ഏതിന് അവൾ അറിയുമ്പോഴാണ് അവന് ശബ്ദിച്ച് ചോദിക്കുന്നത് നീ എന്തോ ലൈറ്റ് ഒന്നും ഓണാക്കാത്ത, ഇതെന്തോ ഗോസ്റ്റ് ഹൗസോ? ഏതിന് അവൻ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവൾ അടുത്തേക്ക് വന്ന് അവന് മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവന് സ്ലിപ്പായി ഇവളുടെ ദേഹത്ത് തന്നെ വീഴുന്നത്. അങ്ങനെ ഇവരുടെ ശബ്ദം കേട്ട് അമ്മമ്മ അവിടേക്ക് ഓടി വരും. മീറി നീ എന്തോടെ കാണിക്കുന്നത്, ഏതവനാടി ഇത്? ഏതിന് അമ്മയും കൂടെ അവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് അവളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അമ്മ നിങ്ങൾ വിചാരിക്കുന്നില്ലെന്നില്ല, ഞാൻ പറയുന്നേക്ക്, മിണ്ടാരിയടി, ഇവനെ ഞാൻ കൊന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഏതിന് അമ്മമ്മയും അവനിട്ട് ഓട്ടിക്കും. അതോടെ വീയും പേടിച്ച് അവിടെ നിന്ന് ഒട്ടൊരോട്ടം ഓടും. പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനിവിടെ ഒരു പെണ്ണായിട്ട് പോലും കണക്കൂട്ടിയിട്ടില്ല. ഏതിന് അവൻ പറയുമ്പോഴാണ് അമ്മമ്മയും എന്തുവാ നീ ഇവള് പെണ്ണായിട്ട് കണക്കൂട്ടിയിട്ടില്ലെന്നാ, നീ ആരാണെന്ന് വിചാരിച്ചേക്കുന്നത്? എന്റെ മീറിനാടാ സുന്ദര കുട്ടി, ഇറങ്ങിപ്പോടാ പട്ടി. ഏതിന് അമ്മമ്മ അടിക്കാൻ പോകുമ്പോൾ അവന് അവിടെ നിന്ന് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇടക്കേറി അമ്മയും തടഞ്ഞിട്ട് അമ്മേ നിങ്ങളൊന്നും മിണ്ടായി. എന്നിന് അവരും തടഞ്ഞെടുത്തുമ്പോൾ മീറിനും വന്ന് എല്ലാ കാര്യം എടുത്തു പറയും. അമ്മമ്മേ നിങ്ങൾ വിചാരിക്കുന്നതൊന്നല്ല, ഇവൻ എന്റെ ബോസാ, ഞാൻ കമ്പനി വർക്ക് ചെയ്യുന്ന ബോസ്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവര് സൈലന്റ് ആകുന്നത്. അപ്പോഴാണ് അവന് സംസാരിക്കാൻ സമയം കിട്ടും. മാം ഞാൻ ഇവിടെ വന്നത് ഒരു കേക്ക് തിന്നാൻ ആഗ്രഹിച്ച, അതിന് ഇത്രയും വലിയ പ്രശ്നം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതിന് അവൻ പറയുമ്പോഴാണ് അമ്മയും മീറിൻ ഇവന്റെ പേരെന്തുവാ? ഏതിന് അവരോഹിക്കുമ്പോഴാണ് അവളും അമ്മേ ഇതാ മിസ്റ്റർ വി, നെക്സ്റ്റ് ഇന്നോവേഷൻ കമ്പനിയുടെ CEO, അതായത് ബോസ്. ഏതിന് അവളും വി എന്നാ പേര് പറഞ്ഞ ഉടനെ അമ്മയും ഷോക്കായി അവനെ നോക്കും. അപ്പോഴാണ് അവനും അവർക്ക് നമസ്കാരം പറയും. അങ്ങനെ ഇവരുടെ ഫാമിലിക്കും വീട് അമ്മയ്ക്കും എന്തോ ബന്ധമുണ്ട്. അങ്ങനെ അതൊക്കെ എന്തോന്ന് ഇപ്പൊ കുറച്ച് കാണിക്കുന്നേ ഉള്ളു. അങ്ങനെ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇപ്പൊ വീടമ്മയും മീറിനെയും അവളുടെ അമ്മയും വിളിച്ചോണ്ട് ഒരു ചർച്ചിലേക്ക് വന്നേക്കും. ഇത് കണ്ട് മീറിന്റെ അമ്മയും നിങ്ങൾ ഈ ചർച്ചിലാണ് താമസിക്കാൻ പോകുന്നത്, വേണമെങ്കിൽ ഞങ്ങളുടെ ഇല്ല ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം, ഞാൻ ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാവോ? ഏതിന് അമ്മയും പറഞ്ഞിട്ട് ആ ചർച്ചിലേക്ക് താമസിക്കാൻ പോകും. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും മീറിൻ അവളുടെ അമ്മയായിട്ട് അവരെ കാണാൻ വേണ്ടി ആ ചർച്ചിലേക്ക് വരും. അപ്പോഴാണ് വീടമ്മ അവളെ കണ്ടിട്ട് മീറിൻ നിങ്ങളാദ്യം ഇവിടെ ഇരി, ഏതിന് അവളെ അമ്മയെ ഇരുത്തും. അപ്പോഴാണ് മീറിന്റെ അമ്മയും അവരെ കുറിച്ചുള്ള ന്യൂസ് കാണിക്കുന്നത്. അതായത് ഇവര് കാണാതായതുകൊണ്ട് അവരുടെ ഫാമിലി അന്വേഷിച്ചോണ്ടിരിക്കുവാന്ന്. മിസ് നിങ്ങൾ നിങ്ങളുടെ മോനെ മിസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു പോകാത്തെന്ത്, ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് 1 വർഷമായി, ഇതുവരെ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവരും പറയുന്നത് ഞാനെങ്ങനെ പോവാനാ, ഡോക്ടർ പറഞ്ഞ് എന്റെ അസുഖം മോശമായിക്കൊണ്ടുവരുവാന്ന്. ഇങ്ങനെ പോവാണെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാരും മറന്നു, അവസാനം ഞാൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. വി എന്റെ മകനായതുകൊണ്ട് അവൻ ഈ പ്രായത്തിൽ തന്നെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി അസുഖമായിട്ട് ഞാൻ അവന്റെ കൂടെ ചെന്ന് വെറുതെ അവന് കൂടുതൽ വിഷമം കൊടുക്കണ്ട. അവൻ അച്ഛനോ ഇല്ല, ഇനി എന്റെ അസുഖം കാരണം എനിക്ക് അവനെ ഓർമ്മയില്ലാതെ പോയാ പിന്നെ അവൻ മൊത്തത്തിൽ ഹേട്ടാം. ആ സിറ്റുവേഷൻ ഒരിക്കലും എന്റെ മോൻ വരല്ല. ഞാൻ ആലോചിച്ച് നോക്കിയത് ഇതാ വീട് ലൈഫിന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ. എനിക്ക് നിങ്ങളൊരു സത്യം ചെയ്യാം, എനിക്ക് അൾസിമർ ഉള്ളത് നിങ്ങൾ പുറത്ത് ആരോടും പറയല്ലേ, മീറിൻ നിന്നോടും കൂടെ. എന്നിന് അവർ തമ്മിൽ ഒരു പ്രോമിസ് നടന്നതാണ്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കാണിച്ച ഉടനെ ഇപ്പൊ അമ്മയും ഇതാ വി എന്ന് പറഞ്ഞ് മീറിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കും. എടി ഇവനാണോ അവരുടെ മോൻ? എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും ആണമ്മേ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ, അവൻ എല്ലാം കേൾക്കും. എന്നിന് അവൾ അറിയുമ്പോഴാണ് അമ്മയും എടി ഇത് എത്ര വലിയ റിസ്ക് ആയ കാര്യം എന്നറിയാം, നമ്മൾ അവരോട് പ്രോമിസ് ചെയ്തല്ലേ അവരെ കുറിച്ചുള്ള സത്യം ആരോടും പറയത്തില്ലെന്ന്, ഇപ്പൊ ഇവൻ അറിഞ്ഞ് എന്ത് ചെയ്യും? എന്നിന് അമ്മ ടെൻഷൻ ആകുമ്പോഴാണ് അവളും അമ്മേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഫ്ലോയിൽ എന്റെ കൂടെ അങ്ങ് സംസാരിച്ചു തന്നാൽ മതി, അവനൊന്നും സത്യം അറിയത്തില്ല. എന്നിന് അവൾ അറിയുമ്പോഴാണ് അമ്മയെ സമ്മതിക്കാതെ മീറിൻ ഞാൻ പറയുന്നേക്ക്, എന്നേലൊക്കെ അവൻ അവന്റെ അമ്മയെ കുറിച്ച് സത്യമാണെങ്കിൽ അത് നിന്നെ മാത്രം ബാധിക്കത്തില്ല, കുറെ പേർക്ക് അത് പ്രശ്നം ഉണ്ടാകും. എന്നിന് അമ്മ അവൾ അഡ്വൈസ് ചെയ്യും. അതിനേശം അവൾ അവനെ വിളിച്ചോണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകും. വി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല, ഞാനിവിടെ വന്നത് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന കേക്ക് തിന്നാനാ, അല്ല നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും നീ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് നിനക്ക് നഷ്ടമൊന്നും വരത്തില്ല, നിനക്ക് ആവശ്യം വരുമ്പോഴൊക്കെ നീ തന്നെ ഈ കേക്ക് ഉണ്ടാക്കി തിന്നാ, അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ പ്രസന്റ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന കേട്ട് പഠിക്ക്. എന്നിന് അവനെ സ്വന്തമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസം മീറിൻ അവന്റെ അമ്മയെ കാണാൻ വേണ്ടി ചർച്ചിലേക്ക് ചെല്ലും. അപ്പനാണ് അവന്റെ അമ്മ ഇവളെ കണ്ടിട്ട് മീറിൻ നീ ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഈ ആഴ്ച നീ വരത്തില്ലെന്ന്. എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും ആന്റി
നിങ്ങൾ ഇതിനെ അങ്ങനെ വിചാരിക്കുന്ന? ഞാൻ എല്ലാ ആഴ്ചയും നിങ്ങളെ കാണാൻ വേണ്ടി വരും. ഇന്ന് സ്പെഷ്യലായിട്ട് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിന് അവളും വി ഉണ്ടാക്കിയ കേക്ക് അവന്റെ അമ്മയ്ക്ക് കൊടുക്കും. അപ്പോഴാണ് അമ്മയത് കഴിച്ചു നോക്കിയിട്ട് മിറിൻ ഈ കേക്കിന് അത്രയ്ക്കും സ്പെഷ്യലായിട്ട് എന്തോ ഉള്ള എന്നിന് അവർ ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് ആന്റി ഈ കേക്ക് ഉണ്ടാക്കിയത് വിയ. എന്നിന് അവളും പറഞ്ഞതോടെ അമ്മ ഇമോഷണൽ ആകാൻ തുടങ്ങും. അപ്പോഴാണ് അവരും മിറിൻ വിക്ക് ഞാൻ എവിടാന്നറിയാം. അപ്പം എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും ആന്റി വിക്ക് നിങ്ങൾ എവിടെന്നൊന്നും അറിയത്തില്ല. ഞാൻ അമ്മയും നിങ്ങളെ കുറിച്ചുള്ള സത്യം ആരോടും പറഞ്ഞിട്ടില്ല. അവൻ ഇന്നലെ എന്റെ വീട്ടിലേക്ക് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഞാൻ അവനെ കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിപ്പിച്ച്. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയെ സന്തോഷത്തി വി ഇപ്പൊ എങ്ങനെയുണ്ട്, നിനക്കെങ്ങനെ അവനെ പരിചയമായ? എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും ചെറുതായി ടെൻഷനായി. ആന്റി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അവന്റെ കമ്പനിയിലേക്ക് കുറെ പ്രാവശ്യം ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചൊരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് യൂസ് ചെയ്ത് ഒരു ദിവസം അവിടെ അപ്ലൈ ചെയ്ത്. എന്നിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞെന്ന് ആ ചോക്ലേറ്റ് കോഫി ഞാൻ അവൻ ഉണ്ടാക്കി കൊടുത്ത ഉടനെ അവൻ എനിക്ക് ജോലി തന്നു. കാരണം എനിക്കറിയായിരുന്നു വീ നിങ്ങളെ ഇപ്പോഴും മിസ് ചെയ്യുന്നു. അതേപോലെ അവൻ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുന്നു. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയെ സന്തോഷത്തിൽ കരഞ്ഞിട്ട് എങ്കിൽ പിന്നെ മോളെ അവനിപ്പോ എന്ത് ചെയ്യുക? അവനൊരു നല്ല പയ്യനായിട്ടല്ലേ വളർന്നേക്കുന്നത്. അവന്റെ കമ്പനിയിലെ ആൾക്കാരൊക്കെ എങ്ങനെ അവൻ നല്ലോണം ട്രീറ്റ് ചെയ്യുന്നു. ഇനി എന്റെ അസുഖം അവന് പകർന്നു. എന്നിന് അമ്മ അവനെ കുറിച്ച് വിഷമിച്ച് ഓരോ ചോദിക്കുമ്പോഴാണ് അവൾ ഇതേടി ചിരിച്ചിട്ട് ആന്റി അവനൊരു കുഴപ്പമില്ല. അവന്റെ അപ്പനും നോണും കൂടെ അവൻ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യാരക്ടറിനെ കുറിച്ച് പറയാന് കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലാതെ അവൻ മൊത്തത്തിൽ ഒരു നല്ല പയ്യന. എന്നിന് അവളും പറഞ്ഞ ഉടനെ അമ്മയും ചിരിച്ചിട്ട് അതവൻ പണ്ടേ അങ്ങനെ തൊട്ട. മീറിൻ നീ എനിക്ക് സഹായം ചെയ്യാ, അവന്റെ ഫോട്ടോസൊക്കെ എടുത്ത് നീ എനിക്ക് കാണിച്ചു തരാ. എനിക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. അവനെ മറക്കാതെ ഫോട്ടോയ്ക്ക് അത് ചിരിക്കാൻ പറയണേ. എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും ആന്റി ഉറപ്പായിട്ട് ഞാൻ ഫോട്ടോ എടുത്തോണ്ട് തരാം. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്ത് സഹായം വേണേലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. എങ്കിൽ പിന്നെ വീൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ സ്നേഹമായിട്ടുള്ള കേക്ക് ഫുള്ള് കഴിച്ചു തീർക്ക്. എന്നിന് അവളും പറഞ്ഞ ഉടനെ അമ്മയെ സന്തോഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ കേക്കില്ല, ഇത് കഴിക്കുന്ന ആള് ഈ ലോകത്തിലെ ലക്കിസ്റ്റ് പേഴ്സണാ. അല്ലാതെ എന്റെ കൈ കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കേക്ക് ആർക്കെങ്കിലും കിട്ടുമോ? എന്നിന് അവനും പറഞ്ഞോണ്ട് ആ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുട്ടയൊക്കെ എളുപ്പത്തിൽ മിക്സ് ആകാൻ വേണ്ടി അവിടെ ഒരു മെഷീൻ കാണും. ഇത് കണ്ട് അവന് ഷോക്കായി. മിറിൻ ഇതെന്തുവാ, ഇവിടെ ഒരു മെഷീൻ ഉണ്ടായിട്ടാണോ എന്നെ കൈ കൊണ്ട് കലക്കാൻ പറഞ്ഞ? എടി ദ്രോഗി, എന്റെ പാവപ്പെട്ട കൈ, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കണം. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ചിരിക്കുന്നത്. മിസ്റ്റർ വി ഇത് നിങ്ങൾ വിചാരിക്കുന്ന മെഷീൻ അല്ല, ഇത് തുണി അയൺ ചെയ്യുന്ന. എന്നിന് അവൾ അറിയുമ്പോഴാണ് അവനും ദേശത്തി ഞാനേ നിന്റെ കമ്പനിയിലെ ബോസാ, അത്രയ്ക്ക് മണ്ടനൊന്നല്ല. മര്യാദയ്ക്ക് നീ ഇത് യൂസ് ചെയ്യ്, ചുമ്മാ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതെ. എന്നിന് അവൻ പറഞ്ഞ കാലിച്ച് ഇവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് എല്ലാ ഓർമ്മയും പോകുന്നത്. അതോടെ അവര് മീറിനെ കണ്ടിട്ട് മോളെ നീ ആരാ, ഞാൻ എങ്ങനെ ഈ കേക്ക് കഴിക്കുന്ന, ഇത് ആരുടെ കേക്കാ? എന്നിന് അവരും പേടിക്കുമ്പം അവൾ അവരെ സമ്മാനപ്പെടുത്താൻ നോക്കും. ആന്റി ഇത് ഞാനാ മീറിൻ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ കേക്ക് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ. എന്നിന് അവളെ സമ്മാനപ്പെടുത്തുമ്പം അമ്മയെല്ലാം മറന്നുപോയി മൊത്തത്തിൽ പേടിച്ചിരിക്കും. അതിനുശേഷം അവളും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളെപ്പോഴും ശല്യപ്പെടുത്തുന്ന ആ ലേഡി അവിടെ കാണും. അതോടെ അവൾ അവരെ കണ്ട് അടുത്തേക്ക് പോകുമ്പോഴാണ് അവരും ചോദിക്കും മെറിൻ എന്തോ പറ്റി, നിനക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ വന്നില്ലല്ലോ, ഞാൻ നിനക്ക് വേണ്ടി കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവരും ചോദിച്ചോടെ അമ്മൂമ്മ അവളോട് പറയും മെറിൻ നീ പെട്ടെന്ന് അവർക്കൊരു കേക്ക് ഉണ്ടായിക്കോട്, നിന്റെ അമ്മ പുറത്തു പോയേക്കോ, എന്തായാലും അവർ ഇവിടം വരെ വന്നേല്ല. എന്നിട്ട് അമ്മൂമ്മ പറയുമ്പോഴാണ് അവളും സോറി ഞങ്ങളിപ്പോ കട ക്ലോസ് ചെയ്ത് ഇന്നിനി കേക്കില്ല. എന്നിട്ട് അവൾ പറയുമ്പോൾ അവർ ഇവരെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങും. ഞാൻ സാധാരണ ആരും വിശ്വസിക്കാറില്ല, പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ കേക്കൊക്കെ വാങ്ങിക്കുന്നില്ല, എന്നിട്ട് നിങ്ങൾ ഇനി കേക്ക് ഉണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞ എന്തുവാ? എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ അമ്മുമ്മ അവളെ സമ്മാനപ്പെടുത്തും. മെറിൻ നീ അവർക്കൊന്നും ഉണ്ടായിക്കോട്, അധികം സമയമൊന്നും ആകത്തില്ലല്ലേ. എന്നിട്ട് അമ്മുമ്മ അവളെ പറഞ്ഞേക്കും. അതിനേശം അവളും ദേഷ്യത്തി ഇത്തള്ള പോയിസൺ എന്ന് പറഞ്ഞ് എന്റെ കേക്ക് കഴിക്കാത്തതല്ലേ, ഇപ്പൊ മാത്രം വേണം. എന്നിട്ട് അവളും ദേഷ്യത്തി കേക്ക് ഉണ്ടാക്കാൻ പോകും. അതിനേശം അവരും കേക്ക് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവളോട് പറയുന്നത് പിന്നെ മീറിൻ എനിക്ക് ഈ ചൊവ്വാഴ്ച 9 മണിക്ക് മുമ്പ് 30 കേക്ക് വേണം, നീ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അത്? എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ അവളും പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അമ്മുമ്മയും എടി ബിസിനസ് നീ മൊത്തത്തിൽ കൊളമാക്കുവോ? എന്നിട്ട് അവളെ പിടിച്ചടിപ്പിച്ചിട്ട് അമ്മുമ്മയും കൊണ്ടുവരാന്ന് പറയും. അപ്പോഴാണ് അവളും അമ്മുമ്മ നിങ്ങൾ അമ്മയോട് ചോദിക്കാതെ ഡീല് പറഞ്ഞ എങ്ങനെ, അവരല്ലേ ഉണ്ടാക്കുന്നത്, 30 കേക്ക് ചൊവ്വാഴ്ച 9 മണിക്കുള്ളിൽ എങ്ങനെ ഉണ്ടാക്കാനാ, നമുക്കൊക്കെ ഉറങ്ങണ്ടേ? എന്നിട്ട് അവള് തർക്കിക്കുമ്പോഴാണ് ഇത് കേട്ട ലേഡിയും മീറിൻ ഇങ്ങനെയൊക്കെയാണ് നിന്റെ ബിസിനസ് ഒന്നും വളരത്തില്ല, നീ എപ്പോഴും റിച്ച് ആവുന്നത്, ഞാൻ നിന്റെ റെഗുലർ കസ്റ്റമറാ, എന്നിട്ടും എന്റെ ഓർഡർ നീ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യും? ഏതോ നമ്മളൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. ഞാൻ വിചാരിച്ചല്ലേ വേറെ കടയിൽ നിന്നൊക്കെ കേക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ മതി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് നിങ്ങളെ വിശ്വാസമുള്ളതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറയുന്നേക്കാളും ഞങ്ങൾ ശ്രമിക്കാന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. എന്തോ മീറിൻ പറഞ്ഞത് മനസ്സിലായ? ചുമ്മാ ചിരിച്ചാണ്ട് നിൽക്കാതെ ചൊവ്വാഴ്ച 9 മണിക്കുള്ളിൽ എനിക്ക് 30 കേക്ക് നീ ഡെലിവറി ചെയ്യോ? എന്നിന് അവർ ചോദിച്ചോടെ അവളും ചിരിച്ചിട്ട് ഓക്കെ ഞങ്ങൾ ഡെലിവറി ചെയ്തോളാം, എങ്കിൽ പിന്നെ ആന്റി പോയിട്ടോ എന്നിന് അവരെ പറഞ്ഞേക്കും. അതിനുശേഷം മീറിന് കമ്പനിയിലേക്ക് പോകും. അപ്പോഴാണ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അവരുടെ പുതിയ ആപ്ലിക്കേഷന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആരാ പുതിയ ആപ്ലിക്കേഷന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയാ. എന്നിന് അപ്പൂപ്പനും ചോദിക്കുമ്പോഴാണ് നോണിന്റെ അമ്മയും കളിയാക്കിയ രീതി ചിരിക്കുന്നത്. അയ്യോ അതിനെ കുറിച്ചും ചോദിക്കില്ലേ, വീട് സെക്രട്ടറി നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്ണർ
ഡിസൈനറിനെ സംസാരിച്ച് തന്നെ ഇല്ലാതാക്കി. പിന്നെ എങ്ങനെ പുതിയ ആപ്ലിക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു? ഈ തവണ അവന്റെ സെക്രട്ടറി കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി കുറയുന്ന തോന്നുന്നു. ഇതിന് അമ്മയും പറഞ്ഞ ഉടനെ ഇത് കേട്ട് അപ്പൂപ്പിന് ദേഷ്യം വന്നിട്ട് അവളിപ്പോ പുതിയതായിട്ടല്ലേ ചേർന്ന്, അതിനും വരെ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ അവൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിന് അപ്പൂപ്പൻ ചോദിക്കുമ്പോഴാണ് വിയും പറയുന്നത് അവനെ അവൾ വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സെക്രട്ടറിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വിളിച്ചോണ്ടായതാ. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഞാൻ നിങ്ങൾ എല്ലാവരോടും സോറി അയക്കുക. ഇനി ഇതുപോലെ മിസ്റ്റേക്ക് വീണ്ടും സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനി ആര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന നിങ്ങളാരും വിഷമിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്തോളാം. ഇതിന് അവനും പറയുമ്പോൾ അപ്പൂപ്പിനെ സന്തോഷപ്പെടും. അപ്പനാണ് നോണിന്റെ അമ്മയും. പക്ഷെ നമുക്കിപ്പോ അധികം സമയമൊന്നുമില്ല, ഇനി ഇങ്ങനത്തെ തെറ്റൊന്നും നടക്കത്തില്ലെന്ന് എന്തുവാ ഗ്യാരണ്ടി? അതുകൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇതിന് അമ്മ പറയുമ്പോഴാണ് അപ്പൂപ്പനും നീ ആരാ പറയുന്നത്? നോണിനെ കുറിച്ചാണ്. ആ നോണിനെ കുറിച്ച് അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അറിയാം, അവരോട് നല്ല കണക്ഷൻ ഉണ്ട്. അവൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് എന്തോ തെറ്റ്? നിങ്ങൾക്ക് എന്തോ വിചാരിക്കുന്നത്? ഏതിനെ ബോർഡ് മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോഴാണ് അവരും നോണിനെ സപ്പോർട്ട് ചെയ്യും. അപ്പനാണ് ഇതെല്ലാം കേട്ട അപ്പൂപ്പനും ഓക്കെ ഇവിടെ ആരെ ഇൻവെസ്റ്റ്മെന്റ് ഒപ്പിക്കുന്നതെന്നല്ല പ്രശ്നം, നമ്മളത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ കമ്പനി റൂൾസ് അനുസരിച്ച് ആരെങ്കിലൊക്കെ തെറ്റുകയാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ അതൊന്നിച്ച് ശരിയാക്കണം. പക്ഷെ എന്നും പറഞ്ഞ് എപ്പോഴും തെറ്റ് ചെയ്യാന്നല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യാം. അങ്ങനെ സ്പെഷ്യലായിട്ട് ആര് ഈ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ തീരുമാനം എടുക്കണ്ട. എന്നിന് അപ്പൂപ്പനും പറഞ്ഞിട്ട് മീറ്റിംഗ് ക്ലോസ് ചെയ്യും. അതിനുശേഷം നോണും പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അവനോട് പറയുന്നത് നോൺ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവനും ഇല്ലമ്മ ഇത് ഞാൻ തന്നെ ചെയ്തോളാം. എന്നിന് അവൻ പറയുമ്പോഴാണ് അമ്മയും അതെന്തോ പറ്റി? വീക്ക് ഹെൽപ്പ് ചെയ്യാൻ അവന്റെ അമ്മയിലെന്ന് പറഞ്ഞ് നിന്റെ അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്തോടെ, അത് കൊള്ളാല്ലേ. എന്നിന് അമ്മയും പറഞ്ഞ ഉടനെ വീക്ക് നല്ല ദേഷ്യം വരും, വെറുതെ എന്തിനാ ഇവനായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന്. അതോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഇത് കണ്ട് അമ്മയും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവന്റെ പുറ മീറിന് പോകാൻ നോക്കുമ്പോൾ നോണിന്റെ അമ്മ അവളുടെ ID കാർഡ് കണ്ടിട്ട് നീ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്താ, നിന്റെ പേര് നീറോമ്പെന്നാണോ? എന്നിന് അമ്മയും ചോദിക്കുമ്പോൾ അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കും. ആണ് എന്റെ പേര് നീറോമ്പന. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മ അവള് ചോദ്യം ചെയ്യുന്നത് സത്യത്തിൽ നിന്റെ പേര് അത് തന്നെയാണോ? ഇത് നിനക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നില്ല, കാരണം അധികം ഒന്നും ഈ പേര് ആർക്കും കാണത്തില്ല. എന്നിന് അമ്മ അവള് ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നോൺ ഇത് കണ്ടിട്ട് ആ നീറോമ്പൻ നീ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കോപ്പിക്ക്, അധികം സമയമൊന്നുമില്ല. എന്നിന് അവളെ രക്ഷപ്പെടുത്തി വിടും. അപ്പനാണ് അമ്മയ്ക്ക് നല്ല ഡൗട്ട് വന്നിട്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇവളുടെ പേര് നീറോമ്പൻ ആയിരിക്കത്തില്ല. എന്നിന് അമ്മ അവന്റെ അടുത്തേക്ക് വന്നിട്ട് നോൺ ഇവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരാമോ, സത്യത്തിൽ ഇവൾക്ക് ആരായി പേരിട്ട? എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവനും അമ്മേ അവളെ കുറിച്ച് ഇതിനെ നമ്മൾ അറിയുന്നത്, അവൾ ജസ്റ്റ് ഒരു സെക്രട്ടറി അല്ലേ. എന്നിന് അവൻ പറയുമ്പോഴാണ് അമ്മയും നോൺ ഇത്തരം കാലമായിട്ട് ഞാൻ നീറോമ്പൻ എന്ന് പറയുന്ന പേരുള്ള ഒരു വുമനെ തപ്പിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇതുവരെ ഞാൻ ആരും കണ്ടെത്തിയിട്ടില്ല. എന്റെ ഉദ്ദേശത്തിൽ ഈ സ്ഥലത്ത് ഇങ്ങനത്തെ പേരുമായിട്ട് ആരും കാണത്തില്ലെന്ന്, കാരണം അത്രയ്ക്ക് എഫോർട്ട് ഇട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല ഇവളുടെ പേര് നീറോമ്പൻ തന്നെയാണോ എന്ന്. അതുകൊണ്ട് നീ അവളെ കുറിച്ച് അന്വേഷിക്കുക, എനിക്ക് ഇവളുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ്, ഇവളെ കുറിച്ച് അറിയുവാണ്, പിന്നെ ഇവളെ കൊണ്ട് നമുക്ക് യൂസ് ആവും കേട്ടല്ലേ. എന്നിന് അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട് നോൺ അവളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും, ഇവൾക്ക് എവിടെ നിന്നാ പേര് കിട്ടിയെന്ന്. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടറിയാം. കൂടാതെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു, അത് അടുത്തത് കാണും. അതെല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്പെഷ്യൽ വീഡിയോ ഇതല്ല വേറൊരെണ്ണം ഉണ്ട്. സോ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ്